നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,447ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിയുഗം തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ആ കണക്കനുസരിച്ചാണ് ഈ ദിനസംഖ്യ പറഞ്ഞു വരുന്നത്. ഇന്ന് മലയാള കലണ്ടർ കൊല്ലവർഷം അനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 9-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ഭാദ്രപദ മാസം 3-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ്. ഇത് ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. 12:35 വരെയുള്ള സമയത്താണ് ദ്വിതീയ തിഥി വരുന്നത്. കരണം പന്നി. 12:35 വരെയാണ് പന്നിക്കരണമുള്ളത്. നിത്യയോഗം സിദ്ധനാമ നിത്യയോഗമാണ്. അതും 12:06 വരെയുള്ള സമയത്താണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ഉത്രമാണ്. അത് ഇന്ന് പകലും രാത്രി 3:49 വരെയുള്ള സമയത്ത് ഉത്രം നക്ഷത്രം തന്നെയാണ്. ഞാറ്റുവേല മകം ഞാറ്റുവേല തന്നെ തുടരുന്നു. ദക്ഷിണായനമാണ്. വർഷ ഋതുവാണ്. ഇന്ന് ദിവസം തിങ്കൾ. ചന്ദ്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:46 ഉദയം സംഭവിക്കുന്നു. അസ്തമയം 6:33 9 സെക്കൻഡിന് അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 14 23 സെക്കൻഡാണ്. പകലിന്റെ ദൈർഘ്യമാണ് ഈ ദിനമാനം. അത് ക്രമേണ കുറയുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 7:50 തുടങ്ങി 9:22 വരെയുള്ള സമയത്താണ്. ഗുളികകാലം ഉച്ചയ്ക്ക് 1:57 മുതൽക്ക് 3:29 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് രാവിലെ 10:54 തുടങ്ങി 12:25 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും പൊതുവെ വർജ്യങ്ങളായിട്ടാണ് പറയുന്നത്. ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്നത് മകരക്കൂറുകാർക്കാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 8ാം ഭാവത്തിൽ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമായിട്ടുള്ള ദിവസമല്ല. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:01 തുടങ്ങി 12:23 വരേക്കും, തുടർന്ന് 4 മിനിറ്റ് മധ്യം വർദ്ധിച്ചിട്ട് 12:27 മുതൽക്ക് 12:49 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ഉത്രം നക്ഷത്രമാണ്. വിവാഹാദി ശുഭകർമ്മങ്ങൾ, ഉപനയനം, ഗൃഹാരംഭം, അതുപോലെ ഗൃഹപ്രവേശം, അങ്ങനെയുള്ള സ്ഥിരകർമ്മങ്ങൾക്കൊക്കെ ഉത്രം നക്ഷത്രം അനുകൂലമാണ്. ക്ഷേത്രപ്രതിഷ്ഠ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. തിഥി വരുന്നത് ദ്വിതീയ തിഥിയാണ്. അതും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. കാര്യങ്ങളുടെ ആരംഭം കുറിക്കുക, വിവാഹം, അതുപോലെ വാസ്തു, പുതിയ വാസ്തുകർമ്മങ്ങൾ, പുതിയ ഭൂഷണാദികൾ അണിയുക, വ്രതം ആരംഭിക്കുക, പ്രതിഷ്ഠാദികൾ നടത്തുക, ഇതിനൊക്കെയും അനുകൂലമായിട്ടാണ്. ഉത്രം നക്ഷത്രവും ദ്വിതീയ തിഥിയും ചേർന്ന ഈ ദിവസം പല ശുഭകർമ്മങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.